ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും? സാറിന്റെ എല്ലാ സിനിമകളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകളാണ് അതിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതും ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി, ഒരു പ്രശാന്ത് സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ ഈ സ്റ്റോറിയിലേക്ക് അട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ ഇത് ഏറ്റവും ബുക്കിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു? അത് ഈ ആർട്ട് ഓഫ് വാർ ഒരുപാട് കാലമായിട്ട് വായിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിന് അഡാപ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്കൊരു വാർ മൂവി, ഒരു ട്രൂഫൊക്കെ പറഞ്ഞാൽ യു കനോട്ട് മേക്ക് എൻ ആൻറ്റി വാർ ഫിലിം എന്നാണ്. അപ്പോൾ വാർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഇവിടെ ഗ്യാങ്ങിലോട്ട് അഡാപ്റ്റ് ചെയ്ത് ആദ്യം ഒരു കോൺവെർസേഷൻ ഒക്കെ ആയിരുന്നു. അങ്ങനെ എത്തിപ്പെടുന്നതാണ് ഇതിലൊക്കെ. അങ്ങനെ മനഃപൂർവ്വം ഇരുന്ന് ചിന്തിച്ച് എത്തുന്നതല്ല. ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും പിന്നെ അതിന് ഡിസൈൻ ചെയ്ത് മാറ്റും. ഒരു ക്വസ്റ്റ്യൻ മനോജ് ഖാൻ എത്തിയിട്ടുണ്ട്. ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഫിലിം മേക്കറിൻ്റെ അടുത്ത് മാത്രമല്ല, ആർട്ടിസ്റ്റിൻ്റെ അടുത്തും എല്ലായിടത്തും ചോദിക്കുക. എനിക്ക് ചോദ്യം എൻ്റെ ചോദ്യം ആക്ച്വലി ഞാൻ ചോദിച്ചു. രണ്ടാമത്തത്, സിനിമ ഒരു പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യുന്നതിനെ പറ്റി താങ്കൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ഇന്റർവെൽ ബ്ലോക്ക് ഇപ്പോൾ താങ്കളുടെ തിയേറ്റർ റിലീസ് ഉള്ളതാണ് ഇന്റർവെൽ ബ്ലോക്ക്. ഇതിന് ചിലപ്പോൾ നമ്മുടെ OTT തിയേറ്റർ റിലീസ് വേണമെങ്കിൽ തിയേറ്റർ റിലീസ് ആയിട്ട് എടുക്കും. സെൻസേർഡ് ഫയൽ ആയിട്ടാണ് സിഗരറ്റ് വന്നേക്കുന്നത്, സിഗരറ്റ് സാധനങ്ങൾ വന്നേക്കുന്നത്. ഒരു താങ്കൾ ചെയ്ത് വന്ന പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഒരുപാട് കണ്ടു. അപ്പോൾ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യുന്നത്, താങ്കളൊരു മൂവ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ഇൻസ്പയർ ഇതിലിപ്പോൾ എനിക്ക് തോന്നിയത് ഇന്റർവെൽ ബ്ലോക്ക് ആ ഒരു പ്രൊഡക്റ്റായിട്ട് ആൾക്കാർക്ക് എത്തിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബ്ലോക്ക് അങ്ങനെ വെച്ചിട്ടാണ്. അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ തിയേറ്ററിൽ ഇറക്കുമ്പോഴത്തേക്ക് ഇന്റർവെൽ വേണം, അല്ലെങ്കിൽ അവർ വേണമെന്ന സ്ഥലത്ത് ഇന്റർവെൽ ഇടും. ചില ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചാൽ മാട്രാക്സിൻ്റെ ഇന്റർവെൽ കണ്ടിട്ടില്ലേ? നല്ല സീൻ വരുമ്പോൾ അതിന് മറ്റേ ഇന്റർവെല്ലാം ഇടും. അതുപോലെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്കാവത്തില്ല. അവസാനം റിലീസ് വന്നാൽ അതൊക്കെ സേതുമാധവനെ ബോളറിനായിട്ടും ഇന്ദുചൂടനെ ഡെഡ്പോളായിട്ടും, അപ്പോൾ അതുപോലെ തന്നെ മൂകാംബിക വാരണാസിയായിട്ടും. സോ ഇത് ഫെസ്റ്റിവൽ വേർഷൻ ആയതുകൊണ്ടാണോ തിയേറ്ററിൽ നമുക്ക്? അല്ല, നമ്മുടെ സബ് ടൈറ്റിലിൻ്റെ സ്മാർട്ട് മൂവ് ആണ്. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇല്ല, അവർ വന്നിട്ടില്ല. അവരുടെ സ്മാർട്ടാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ചെയ്തത്. കാരണം അതിൻ്റെ ഒരു നല്ല, ഞാൻ ഡൈഹാർഡാണ് പറഞ്ഞത്, ഡൈഹാർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, പുള്ളി ഇങ്ങനെയൊക്കെ ആക്കിയത് ഇത് കൊള്ളാം. തിയേറ്ററിൽ നമുക്ക് ഇന്ദുചൂടനായി കാണാൻ പറ്റുമോ? അതോ എനിക്ക് അറിഞ്ഞൂടാ. തിയേറ്ററിൽ കാണാൻ പറ്റുന്നതല്ല. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ചേട്ടൻ ചെയ്യേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് വൈസോ. അല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് സ്റ്റോറി ഉണ്ട്, ഡോക്യുമെൻ്ററി ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഇമേജ് ഉണ്ട്, പിന്നെ അതെല്ലാം അല്ലാതെ സായിപ്പിൻ്റെ നറേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഇത് എനിക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ജോക്കർ ഷോറീസ് പടച്ചേട്ടനും അഗസ്ത്യയും നിങ്ങളൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ വെച്ച് തോന്നിയങ്ങ് ചെയ്തതാണ്. അപ്പോൾ ദിസ് ആർ ഫിലിംസ് ദാറ്റ് ഐ വിൽ നെവർ മേക്ക് അങ്ങനത്തെ ഒരു സാധനം. ഒരു ഒന്നും മുടങ്ങിപ്പോയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. താങ്ക്സ്. യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് ഇതിനു മുന്നേ ഒരു ആന്റിവാർ മൂവി എന്ന് പറയാൻ പറ്റുന്ന സിനിമ രണ്ടാം ലോകപ്പോരും കഴിച്ചു കൊണ്ട് പറഞ്ഞ സിനിമ എടുത്താൽ പറ്റില്ല. മലയാളത്തിൽ ഇങ്ങനൊരു പടം നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഓഡിയൻസിനൊന്നും പരിചിതമല്ല. അപ്പോ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയ്ക്ക് ഈ സിനിമ കാണാൻ പറ്റിയത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു, കളേഴ്സ് ആയാലും കാര്യങ്ങളെല്ലാം. അപ്പൊ കുറെ ഡെച്ച് ആംഗിൾസ് ഉണ്ട് നമ്മള്, എസ്പെഷ്യലി വിഷ്ണു അഗസ്ത്യയുടെ ഷോർട്സിലൊക്കെ കുറെ ഡെച്ച് ആംഗിൾസ് വന്നു. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സസ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ കളേഴ്സും ലൈറ്റും കാര്യങ്ങളെല്ലാം ഭയങ്കര കിടക്കായിരുന്നു. സോ എന്തുകൊണ്ടാണ് ആ ഷോർട്ട് ചോയ്സസ് ഒക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിലേക്ക്? നമ്മള് എന്താ പറയാ, ചൈനീസ് ആർട്ട് ഓഫ് ബുക്കിന്റെ പെർസ്പെക്റ്റീവ് തന്നെയാണ് കളേഴ്സും എല്ലാം ചിന്തിച്ചു തുടങ്ങിയത്.
ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ DOP പ്രയാഗ്മോഹൻ. നമ്മൾ യിങ് യാങ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരാൾ യിങ്ങും ഒരാൾ യാങ്ങുമാണ്. അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സൗണ്ടിലും അങ്ങനെയുണ്ട്, വിഷ്വലും അങ്ങനെയുണ്ട്. പിന്നെ പ്രയാഗ് ഒരു ഹോങ്കോങ് മൂവിക്കുള്ള ഡെഡിക്കേഷനും സ്റ്റൊറാറോ റെഡ്സും ഒക്കെയാണ് കുറേ യൂസ് ചെയ്തിട്ടുള്ളത്. അതതിൻ്റെ അവസാനം ബിബ്ലിയോഗ്രഫി ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മുടെ റെഫറൻസുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു ടു ഓൾ എവറി വൺ, ദ ഹോൾ ടീം. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാവർക്കും അങ്ങനെ തോന്നി വിശ്വസിക്കുന്നു. ഞാൻ പുരുഷലോകത്തിൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ്. അപ്പം ഇതുപോലുള്ള എല്ലാ മൂവീസിലും ഒരു സോഷ്യൽ ഇഷ്യൂ എടുത്തിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഇഷ്യൂ ടാക്കിൾ ചെയ്യണം എന്ന് ക്രിസ്റ്റൽ പാലസിൻ പറഞ്ഞായിരുന്നു. അപ്പം ഏത് ഇഷ്യൂ ടാക്കിൾ ചെയ്യണം, ഏതെടുക്കണ്ട, എങ്ങനെ അത് പേഴ്സണലി ആണോ തീരുമാനിക്കുന്നത്? ഒരു ഐഡിയ ഉണ്ടോ ഇങ്ങനെ? ആർട്ട് പടക്കാരെ പോലെ ഇവിടെ ലെസ്ബിയൻ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഗേ ഫാൻ വർക്ക് ചെയ്യണം അങ്ങനെയല്ല. സംഭവം വാർ എന്ന് പറയുന്ന സാധനം യുക്രൈനിലോട്ട് റഷ്യ ആദ്യം പോയപ്പോഴത്തേക്കും ഞാൻ പാലസ്തീൻ വാർ ഫോളോ ചെയ്യുന്നില്ല, സിറിയൻ വാർ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡിസ്റ്റർബിങ് ആയിട്ട് അപ്പോൾ വാറിൻ്റെ സം തോട്ട്സ് ഇങ്ങനെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ദീപാവലിക്ക് ഞാനും കുഞ്ഞും അമ്മ കൂടെ ഫോട്ടോ എടുത്തപ്പോൾ പോലും ഐ എം നോട്ട് ഏബിൾ ടു പോസ്റ്റ് ദാറ്റ് പിക്ചർ ഓൺ സോഷ്യൽ മീഡിയ. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെ ഉണ്ട്. എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കുടുംബക്കാരെ രക്ഷിക്കുന്ന ക്യാപിറ്റലിസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കച്ചവടക്കാരനുമാണ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പൊളിറ്റിക്സ് ഉള്ളിൽ ഒരുപാട് കാര്യം വായിച്ചതൊക്കെ സിനിമയിലോട്ട് അറിയാതെ വരുന്നതാണ്. മനഃപൂർവ്വം കലർത്തി ചെയ്യാനായിട്ട്. സാർ, ഒരു ഡൗട്ട് ഉള്ളത്, ഈ പടം കണ്ടു കഴിഞ്ഞപ്പം എത്ര പേർക്ക് തോന്നിയെന്ന് അറിയത്തില്ല, ഹും ഡു വി സ്റ്റാൻഡ് എന്നുള്ള ഒരു ഇത് വരുന്നു. അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാസ്റ്റ് സഫർ ചെയ്യുന്നത്. അപ്പം ഇത് ഒന്ന് ജസ്റ്റിഫിക്കേഷൻ ഒന്നും വരാറ്. ഈ ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇല്ല. ബോറിലെപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇങ്ങും ഞാനുമാണ് പഠിച്ചേട്ടന്. അതായത് നമ്മൾ കൊടമയുടെ സുനിയെ കാണിക്കുന്നത് ആദ്യം പോസിറ്റീവായിട്ട് നമ്മൾ അയാൾ റൂട്ട് ചെയ്യും. അയാളുടെ നല്ല സൈഡ് കാണിക്കും, അതിൻ്റെ അകത്ത് ചീത്ത സൈഡ് കാണിക്കും. മറ്റേ ചീത്ത സൈഡ് കാണിക്കും, അതിൻ്റെ അകത്ത് നല്ല സൈഡ് കാണിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്ലാനിങ് ഇല്ലാത്ത ടീം ചാവും. അതാണ് സുംസു പറഞ്ഞേക്കുന്നത്. ഫ്രണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു മോറൽ ഓഫ് ദ സ്റ്റോറി അത്ര ഡൈജസ്റ്റീവ് ആയിട്ടില്ലല്ലോ. അതെ അതെ, അങ്ങനെ മോറൽ കൊടുക്കാൻ നമ്മൾ ഈ സോപ്പിൻ്റെ കഥകളല്ല ചെയ്യുന്നത്. ഒരു പോസ്റ്റ് മോഡേൺ തോട്ടിൽ ഒരുപാട് ചിന്തകൾ ത്രോ ചെയ്യും. അതിൽ ഒരു ചിന്ത ഇതാണ് കൂടെയാണ്. അങ്ങനെ ഉള്ളൂ. ഇതിന് ഏത് വേണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും പോലെ തന്നെ ഒരു ജോണർ ആണെങ്കിലും അറ്റംപ്റ്റ് ആണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിരുന്നു. മ്യൂസിക് ഡയറക്ടറിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കൂടെ ഇല്ല. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജോബ്. ഐ ആം സോ ഹാപ്പി. പോലീസ് ക്യാരക്ടർ ചെയ്തത് മനോജ് ഖാന സാറാണ്. കിഞ്ചനയുടെ ഡയറക്ടറാണ്. നാഷണൽ അവാർഡ് വിന്നറാണ്. സുഹൃത്താണ്. നീ വീണ്ടും അത് പുരുഷപ്രായത്തിലാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടൊരു നോവാർ വണ്ണിൽ ബ്രേക്ക് ചെയ്യുന്നു ഈ സബ്ജക്ട് എടുക്കുന്ന സമയത്തും ഒരു നോവാർ പരിപാടി പിടിക്കണമെന്ന് തോന്നുന്നു മനസ്സിലുള്ളതുകൊണ്ടാണോ അതോ അങ്ങനെയില്ല. ഇത് നമ്മുടെ ഹോങ്കോങ് സിനിമകളുടെ ഡെഡിക്കേഷൻ. അപ്പോൾ ഡാർക്ക്നെസ് 70%, 30%, 35% എങ്ങാണ്ട് ഡാർക്ക് അല്ലേ? എത്ര പെർസെൻറ്റാണ് ഡാർക്ക്നെസ്? അല്ല, അതിലും ഞാൻ നോക്കിയിട്ടുണ്ട്. ഡാർക്ക്നെസ്സും ബ്രൈറ്റ്നെസ്സും എപ്പോഴും എന്താ പറയുക മിക്സഡ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഫ്രെയിമിലും സർക്കിൾസ്, ഡാർക്ക്നെസ്, കളേഴ്സ് ഇതൊക്കെ യൂസേഴ്സ് എന്താ പറയുക കുറേയൊക്കെ റെഫറൻസ് ഉണ്ട്. ഇപ്പം ആ നരകം സീനൊക്കെ നമ്മൾ ഒരു സുമോക്ക യമാസാക്കി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനിൽ ഇൻസ്പയർഡ് ആയിരുന്നു. അതേപോലെ എല്ലാ രീതിയിലും അത് അത്തരത്തിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം സെവൻബായി പെട്രോൾ പമ്പിൽ കാർ എടുക്കുന്ന സീനാണ്. പെട്രോൾ പമ്പ് ചുവന്ന ലൈറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. അത് ഈ പ്രശാന്ത് ഫിലിംസിൻ്റെ ഒരു ജോണർ ബേസായിട്ട് ലൈറ്റിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ DOP ജോണറിലേക്ക് എങ്ങനെ വന്നു പറയാൻ ചോദിച്ചു. അല്ല, അതിപ്പോൾ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു ഡിസൈൻ ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ. അതിൽ
കൺവിൻസ് ആകുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. താങ്ക് യു. വേറെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു വൈകിട്ട് പോയ സമയമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇല്ല ഐ തിങ്ക് വേറെ ചോദ്യങ്ങളൊന്നും സ്ഥിതിക്ക് താങ്ക് യു സോ മച്ച്.